തത്സമയം. അതോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ ഉന്നതരായ കുഞ്ഞാടി സാഹിബ് അടക്കമുള്ള നേതാക്കൾ, കോൺഗ്രസിൻ്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഞാൻ ആദ്യം സൂചിപ്പിച്ച നേതാക്കൾ, ഇവരൊക്കെ ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നിങ്ങളിപ്പോൾ അത് ഡിക്ലെയർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നോ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരുന്നത് ആ കാര്യം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഒരു പകൽ കൂടി വെയിറ്റ് ചെയ്യണമെന്ന് ഇത്രയും ആളുകൾ പറയുമ്പോൾ എനിക്കത് വാക്ക് ഗൗരവമായി മുഖവിലക്കെടുക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. അതിൽ എന്നെ സഹായിക്കാൻ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും ഒരേ സ്വരത്തിലാണ് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായും അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ ചെറിയൊരു മനുഷ്യനാണ് ഇവരുടെ ഇടയിൽ. അപ്പോൾ അതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ തൽക്കാലം ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം തൽക്കാലം ഇപ്പം മാറ്റി വയ്ക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് ബുദ്ധിമുട്ടിയതിൽ ഐ എം വെരി സോറി ഫോർ യു. ഓക്കെ, മീറ്റിംഗ് ഉണ്ട്, പാർട്ടി മീറ്റിംഗ് ഉണ്ട്. അതിൽ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അത് 11 മണിക്ക്. ഞങ്ങൾ സെക്രട്ടേറിയറ്റ് കൊണ്ട് കൂടട്ടെ. പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ട്, മാന്യമായൊരു പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ട്. പി വി അൻവർ താൻ മത്സരിക്കുമോ എന്നതിൽ ഇനിയും തീരുമാനമായിട്ടില്ല എന്ന് പറയുകയാണ്. ഒരു ദിവസം കൂടി കഴിഞ്ഞാകും അതിൽ തീരുമാനമുണ്ടാകുക. ഇന്ന് പാർട്ടിയുടെ യോഗം ചേരുന്നുണ്ട് രാവിലെ 11 മണിക്ക്. കൂടാതെ ഇപ്പോഴും പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ്. പ്രതീക്ഷ എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോഴും UDF പ്രതീക്ഷ അർപ്പിക്കുന്നു എന്ന് തന്നെയാണ്. ആ തീരുമാനത്തിന് ശേഷമാകും മത്സരിക്കുന്നതിലൊക്കെയുള്ള അന്തിമ തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ്. അല്പസമയം കൂടി കാത്തിരിക്കൂ എന്നാണ് പി വി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞത്. പി വി അൻവർ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുമോ, അതാകുമോ പ്രഖ്യാപിക്കാൻ പോവുക എന്നൊരു ആകാംക്ഷയുണ്ടായിരുന്നു. എന്നാൽ അതിന് കാത്തിരിക്കേണ്ടി വരും എന്ന സൂചനയാണ് നൽകുന്നത്. അദ്ദേഹം ഇപ്പോഴും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. യുഡിഎഫിന്റെ യോഗം നടക്കാനിരിക്കുന്നുണ്ട്. അതിൽ അവസാന പ്രതീക്ഷ എന്ന തരത്തിലേക്ക് ആ യോഗത്തെ കാണുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടാതെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു യോഗവും ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കുന്നുണ്ട് എന്നതാണ്. വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി. വിപിൻ, വീണ്ടും UDF പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു എന്നതാണ് പി വി അൻവർ പറയുന്നത്. പക്ഷേ UDF നോ എൻട്രി എന്ന തരത്തിലേക്ക് ഇതുപോലെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ നേരത്തെ ബ്രേക്ക് ചെയ്ത വാർത്തയുമാണ്. എന്തിനാണ് അദ്ദേഹം ഇനിയും കാത്തിരിക്കുന്നത്? അന്തിമ പ്രഖ്യാപനം എപ്പോഴുണ്ടാകും മത്സരിക്കുന്നതിൽ? യെസ് അനുജ, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൂടിയാലോചനകൾ നടന്നിരിക്കുന്നു. ഒരു പ്രധാന കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു കൂടിയാലോചനകൾ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തിനാണോ വാർത്താ സമ്മേളനം വിളിച്ചത് അക്കാര്യം ഇപ്പോൾ പറയുന്നില്ല. അത് കുറച്ചുകൂടി കാത്തിരിക്കാൻ തയ്യാറാണ് എന്നുള്ളത് പി വി അൻവർ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDFന്റെ നേതാക്കളൊപ്പം സാമുദായിക നേതാക്കളെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പകൽ കൂടി കാത്തിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് മത്സരിക്കാനുള്ള തീരുമാനം എടുത്തിരുന്നത്. ഒപ്പം അതിനുശേഷം ഇപ്പോൾ ആര്യടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പിൻവലിക്കണം എന്നുള്ള ഉപാധി മാത്രമാണ് UDFന്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വച്ചിരുന്നത്. എന്നാൽ അത് അത്തരത്തിലുള്ള അത് പിൻവലിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതായത് എന്തുകൊണ്ട് ആര്യടൻ ഷൗക്കത്ത് തോൽക്കുമെന്ന് താൻ പറഞ്ഞു, അതിൽ കൂടുതൽ ഒരു കാര്യങ്ങൾ പറയാനുണ്ട് എന്നുകൂടിയാണ് ഇന്നലെ പി വി അൻവർ പറഞ്ഞു വെച്ചത്. അതിനെ തുടർന്നാണ് ഇന്ന് 9 മണിക്ക് ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ട്വിസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ മാന്യമായിട്ടുള്ള ഒരു പരിഹാരം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് പി വി അൻവർ പറയുന്നു. ഇന്നലത്തെ ശരീരഭാഷയല്ല, ഒരു അനുനയ ശ്രമത്തിൻ്റെ ഒരു ഭാഷയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ വേണ്ട ഏതോ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കൂടിയാലോചനകൾ, ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. സാമുദായിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വിളിച്ചു. ഈ പകൽ കൂടി കാത്തിരിക്കണം. ഇന്ന് 7 മണിക്കാണ് UDFന്റെ നേതൃയോഗം ഓൺലൈനായി പറഞ്ഞിരിക്കുന്നത്. അതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നുള്ളത് ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ അതുവരെ കാത്തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിലൊരു മാന്യമായ പരിഹാരം ഇപ്പോൾ പി വി അൻവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നത്. അതിനി എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ് കൂടുതൽ വ്യക്തമാക്കാനുള്ളത്. അതിനുശേഷം ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലായിരിക്കാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇനി തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. എന്തായാലും 11 മണിക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം പറഞ്ഞതുപോലെ തന്നെ നടക്കുകയും ചെയ്യും. അനുജ, വിപിൻ, ഇതിൽ പ്രതിപക്ഷ നേതാവ് വളരെ കടുപ്പിച്ച നിലപാടാണല്ലോ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു വിട്ടുവീഴ്ചയുടെയും ആവശ്യമില്ല. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഈ തരത്തിലേക്ക് പരാമർശങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനോട് മറ്റു നേതാക്കളും
അനുകൂല നിലപാട് പ്രകടിപ്പിക്കുന്നതോ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കൂടാതെ മുസ്ലിം ലീഗും ആ തരത്തിലേക്ക് അഭിപ്രായത്തോട് വഴങ്ങുന്നു എന്ന് വരുമ്പോൾ ഇനി എവിടെ നിന്നൊരു സമവായ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിപിൻ, പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ UDF കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ ആദ്യം സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കട്ടെ, അതിനുശേഷമുള്ള സഹകരണം മാത്രം മതി എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞതാണ്. അതിന് ശേഷം ഒരു സമവായ ചർച്ചകളും ഇനി ഇല്ല എന്നുള്ളത് പറഞ്ഞതാണ്. UDF മുന്നിൽ വാതിലുകൾ അടയുന്നു എന്നുള്ളതും അറിയിച്ചതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം PV അൻവർ തന്നെ പറഞ്ഞിരുന്നു ഇനി പ്രതീക്ഷ KC വേണുഗോപാലിലാണ് എന്നുള്ളത്. KC വേണുഗോപാൽ അപ്പോൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. KC വേണുഗോപാൽ ഉൾപ്പെടെ ഉള്ളവർ ഇതിനുവേണ്ടി ശ്രമിക്കുന്നു. ഒപ്പം PK കുഞ്ഞാലിക്കുട്ടി ഇന്നലെ PV അൻവറുമായി സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് UDF VD സതീശനുമായി സംസാരിച്ചത്. അവർ മുന്നോട്ട് വെച്ച ഏക ഉപാധി എന്ന് പറയുന്നത് എപ്പോഴാണോ ആര്യടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു അതിന് തൊട്ടടുത്ത നിമിഷം അസോസിയേറ്റ് മെമ്പറാക്കി എടുക്കാമെന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്നലെ തൃണമൂൽ കോൺഗ്രസിന്റെ യോഗത്തിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനം ഇനി ഘടകകക്ഷിയിൽ കുറഞ്ഞ ഒന്നും, അതായത് പൂർണ്ണ ഘടകകക്ഷിയാക്കുക എന്നുള്ളതിൽ കുറഞ്ഞിട്ടുള്ള ഒരു നീക്കത്തിനും തയ്യാറല്ല, അസോസിയേറ്റ് മെമ്പർ ആക്കുക എന്നുള്ളതിന് ഇനി തയ്യാറല്ല എന്നുള്ള ഒരു തീരുമാനം ഏറ്റവും കൂടി. പ്രധാന മറ്റൊരു കാര്യം വിപിൻ, ഇതിൽ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതിൽ നിന്ന് പിന്തിരിയുക, സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ ആദ്യം പ്രഖ്യാപിക്കുക എന്നൊരാവശ്യം UDF മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. അതിനോടുള്ള PV അൻവറിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? ഈ സമയം മാധ്യമപ്രവർത്തകർ ആ ചോദ്യം ചോദിച്ചോ? അതെ, അദ്ദേഹം ഒരു സമവായ ചർച്ചകൾ, അതായത് രമ്യമായി പരിഹരിക്കാനുള്ള ഒരു കാര്യമുണ്ട്, അത് നടക്കുന്നു എന്നുള്ളത് മാത്രമാണ് പറഞ്ഞത്. ഒരു പകൽ കൂടി കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സമുദായ നേതാക്കൾ. അതിനപ്പുറത്തേക്ക് അപ്പോൾ ആ ഒരു പകൽ കൂടി താൻ കാത്തിരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ഉപാധിയിൽ എന്ത് തീരുമാനം എന്നുള്ളതിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നില്ല. ഇന്നലെ രാത്രി ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഇതേ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് ആര്യടൻ ഷൗക്കത്ത് തോൽക്കുമെന്ന് താൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആ കാര്യത്തെ അത് കൂടുതൽ ന്യായീകരിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കുക എന്നല്ലാതെ ആ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ട് പോകാനോ അല്ലെങ്കിൽ അതിന് ഒരു പൂർണ്ണ പിന്തുണ ആര്യടൻ ഷൗക്കത്തിന് കൊടുക്കാനോ അദ്ദേഹം ഇന്നലെ രാത്രി വരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതാണ് ഇപ്പോഴും അദ്ദേഹം ആ കാര്യത്തിലൊന്നും നിലപാട് വ്യക്തമാക്കുന്നില്ല. പക്ഷേ ഒരു പകൽ കൂടി കാത്തിരിക്കാൻ തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ചില നേതാക്കൾ എന്ന് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് കാത്തിരിക്കൂ എന്നാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. കൂടാതെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു യോഗം 11 മണിക്ക് ചേരുന്നുണ്ട്. UDF ഇനിയും പ്രതീക്ഷയുണ്ട് എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ് PV അൻവർ.